ഇന്നിപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം ബിരിയാണി കഴിക്കണം. അപ്പോൾ നമ്മൾ ബിരിയാണി അരിയിൽ പൊടിയരി ഉണ്ടല്ലോ, ചീരകച്ചമ്പ അരിയിൽ അത് കുറച്ച് വാങ്ങിയിട്ട് വന്നിട്ട് അതിപ്പോൾ 3 ഗ്ലാസ് എടുത്തിട്ട് കഴുകി റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഉള്ളി തക്കാളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ച് ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി കഴുകി ഇവിടെ വൃത്തിയായി കഴുകി എടുത്തിട്ട് വാടാൻ നിൽക്കാൻ പോവുകയാണ്. ചിക്കൻ്റെയൊക്കെ റേറ്റ് കേട്ട ചിക്കൻ്റെ അടുത്ത് കൂടെ പോവില്ല കേട്ടോ. എന്നാലും ലേശം ചിക്കൻ വാങ്ങി അത് കുറച്ചെടുത്ത് മാറ്റിയിട്ട് ഞാനിത് കുറച്ച് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തൈരും ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്ത് വെച്ചിട്ട് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ മിക്സിയിലൊക്കെ കുറച്ച് തൈര് ഒഴിക്കാൻ മറന്നു. അപ്പോഴേക്ക് പക്ഷേ തൈരൊക്കെ എടുത്ത് ഒഴിച്ചിട്ട് പിന്നെ ആദ്യം മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ മിക്സ് ചെയ്ത് ഒരു സൈഡിൽ അങ്ങനെ ഇരിക്കട്ടെ. അവളെങ്കിൽ നമ്മൾക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ നോക്കാം. കുക്കർ വെച്ചു. കുക്കറിൽ എണ്ണ ചേർത്താൽ നെയ്യും കുറച്ച് എണ്ണയും ഓയിലും ഒഴിച്ചിട്ട് അതിൽ ഉള്ളിയും തക്കാളിയും പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റി വെച്ചിട്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി പൂണ്ട് എന്നൊക്കെ പറയാൻ കാരണം ഞങ്ങളിവിടെ തമിഴ്നാട്ടിലാണ് കേട്ടോ. അതുകൊണ്ടാണ് വെളുത്തുള്ളിക്ക് പൂണ്ട് എന്ന് അവിടെ പറയുക. അപ്പോൾ ശരി, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ചൊക്കെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി അതിലേക്ക് ചിക്കൻ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും ഒരു ലേശം നമ്മളുടെ ബിരിയാണി മസാല ഇത്ര ഇട്ടിട്ടുള്ളൂ കേട്ടോ. വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മസാല ഇളക്കിയിട്ട് പിന്നെ അതുപോലെ തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണ്ടോ. നമ്മൾ എത്ര നന്നായിട്ട് മസാല വഴറ്റണം അത്ര ടേസ്റ്റാണെന്നാണ് പറയുക കേട്ടോ. പക്ഷെ ക്ഷമയോടെ വഴറ്റിയിട്ട് ചിക്കൻ അതിലിട്ട് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് തൈരൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരിക്ക് 3 ഗ്ലാസ് അരി എടുത്താണ്. അപ്പോൾ 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് മൂടി വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത് തിളക്കട്ടെ. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി തിളക്കട്ടെ. അപ്പോൾ ഇപ്പുറത്തേക്ക് എന്ത് ചെയ്തു, ചിക്കൻ കുറച്ച് വറക്കാൻ വേണ്ടി വെച്ചു. തൊട്ട വീട്ടിലെ കത്തി ഒച്ചുണ്ടാക്കി കൊണ്ടിരിക്കുകയാണെങ്കിൽ കേക്ക് ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇത് ചിക്കനൊക്കെ റെഡിയാക്കി ചിക്കൻ ഫ്രൈ വറക്കാൻ വേണ്ടി വെച്ചായിരുന്നു. ചിക്കൻ ഫ്രൈ ചെയ്യാൻ കേട്ടോ. അതൊക്കെ പാത്രത്തിലൊക്കെ നിരത്തി നേരെ വെക്കുകയാണ്. അത് നന്നായിട്ട് ആ സൈഡിൽ അങ്ങനെ കടന്ന് നന്നായിട്ട് ആവട്ടെ. പിന്നെ അത് കഴിഞ്ഞ് ബിരിയാണിയിലത്തെ വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞു കേട്ടോ. അരിയൊക്കെ ഇടുകയാണ്. അരിയൊക്കെ ഇട്ട് അരി ചിക്കൻ ഫ്രൈ ആയി. പാത്രം കൂടെ എല്ലാവരും പാത്രത്തിൽ നിന്നു കേട്ടോ. ചിക്കനും സാലഡും പിന്നെ കുറച്ച് വറുത്തത് ബിരിയാണി എല്ലാം കൂടി ഉണ്ട്.